ഹായ് ഫ്രണ്ട്സ്, ഞാനും അമ്മയും കൂടെ ഒരു ചക്ക പറിക്കാൻ പോവാണ്. ചക്ക എന്ന് പറയുമ്പോൾ നമ്മളെ വലിയ പ്ലാവാണ് ഓർമ്മ വരുന്നത്. പക്ഷേ വലിയ പ്ലാവൊന്നുമല്ല ചക്ക പറിക്കുന്നത്. നമുക്ക് കൈകൊണ്ട് തന്നെ ആ ചക്ക പറിക്കാവുന്നതാണ്. നമുക്ക് ആ പ്ലാവ് ഏതാണെന്ന് നോക്കാം. ഇതാണ് ആ പ്ലാവ്. ഇതിൽ നിന്നാണ് ഒരു ചക്ക പറിക്കാൻ പോകുന്നത്. ചക്കയുടെ വലിപ്പം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. ചെറിയൊരു പ്ലാവാണിത്. ഇതുണ്ടോ, ചെറിയ പൊക്കം വെക്കാത്ത പ്ലാവാണ്. 2-3 വർഷത്തോളമായി. ഇതിൻ്റെ ഓരോ 6 മാസം കൂടുമ്പോഴെല്ലാം ചക്ക കിട്ടുന്നുണ്ട്. ആദ്യമൊക്കെ ചെറിയ ചക്കയായിരുന്നു, അതുപോലത്തെ ചെറിയ ചക്കയൊക്കെ ആയിരുന്നു. ഇപ്പോൾ അത് വലിയ ചക്കയായിട്ടുണ്ട്. ആ ചക്ക നമുക്കൊന്ന് കാണാം. ഗൈസ്, ആ പ്ലാവ് നമ്മൾ ഈ പ്ലാവ് വെച്ചിട്ട് ഇപ്പോൾ ഒരു 2 വർഷത്തോളം ആയിട്ടുള്ളത്. ആ ഇടയ്ക്ക് തന്നെ നമ്മളൊരു 2 പ്രാവശ്യമെങ്കിലും ഇതിൻ്റെ വിളവെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലത്തെ ചക്കയാണ് ആദ്യം തുടക്കത്തിൽ നമുക്ക് കിട്ടിയത്. പിന്നെയാണ് ഇത്രയുള്ള ചക്ക ആദ്യമായിട്ടാണ് ഇപ്പോൾ കിട്ടുന്നത്. ഈ വലിപ്പത്തിലുള്ള ചക്കയെന്നൊക്കെ പഴുത്തതായിരുന്നു പണ്ട് ആദ്യത്തെ പ്രാവശ്യം കിട്ടിയത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾക്ക് താഴെ വരെ ഇതിൻ്റെ ചക്ക ഉണ്ടാവുന്നതാണ്. പ്രത്യേകിച്ച് വളമൊന്നും നമ്മൾ ഇട്ടില്ല. ഇതാ കാണുന്ന ചക്കയാണ് നമ്മൾ പറിക്കാൻ പോകുന്നത്. നോക്കാം, ഇതാണ് നമ്മൾ പറിക്കാൻ വേണ്ടി ഇരിക്കുന്ന ചക്ക. ഇതിങ്ങനെ കാണുമ്പോൾ നമ്മൾ ചെറുതായിട്ട് തോന്നും, പക്ഷെ വലുതാണ്. ഇതാണ് ഇപ്പോൾ പറിക്കാൻ പോകുന്നത്. ഇതിനടുത്ത് ചെല്ലുമ്പോൾ തന്നെ നല്ല മണമുണ്ട്. ഇത് വിയറ്റ്നാം ഏർലി ഇനത്തിൽപ്പെട്ട ചക്കയാണിത്. നമുക്കിപ്പോൾ ഇടയില്ലാത്തപ്പം നമുക്ക് ചെറിയ സ്ഥലമൊക്കെ ഉള്ളവർക്കാണ് വെക്കാമെന്നാണിത്. അധികം പൊക്കമൊന്നും വെക്കത്തില്ല. പൊക്കം വെക്കുമ്പോൾ മണ്ട കട്ട് ചെയ്തിട്ടാൽ മതി. നമ്മളൊക്കെ മുറിക്കാൻ പോകണത്. ഇതിനടുത്ത് വന്നപ്പോൾ തന്നെ നല്ലൊരു മണമാണ് അനുഭവപ്പെടുന്നത്. ഞാനിത് വെട്ടി താഴെ ഇടാൻ പോവുകയാണ്. ഒന്ന് നോക്കാം. നല്ല മണമുണ്ട്. അടുത്ത് വയ്ക്കുമ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇത് മേളിലെല്ലാം ഇഷ്ടംപോലെ ചക്കയുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഞാൻ ഒറ്റയ്ക്കൊന്ന് കട്ട് ചെയ്തുവാണ്. താഴെ പോകുമെന്ന് അറിയത്തില്ല. നല്ല വെയിറ്റ് ഉണ്ട്. താഴെ പോയി. നമുക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് നോക്കാം. നമുക്കൊരു വേറെ എവിടെയും ചക്ക മേടിക്കാൻ നമുക്കൊരു നമ്മുടെ വീട്ടിൽ തന്നെ ഒരു പ്ലാവ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ചക്ക കിട്ടും. ഇതുണ്ടോ, ഇതാണ് നമ്മുടെ ആ ചക്ക. ഇതാണ് നമ്മൾ ആ പ്ലാവിൽ നിന്ന് പറിച്ച ചക്ക. നല്ല വലിപ്പമുണ്ട്. ഇതാണ് നമുക്ക് ഒന്ന് മുറിച്ച് നോക്കാം. മുറിച്ച് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാം. ഓക്കെ, ഇത്രയും വലിപ്പമുള്ള ചക്കയാണ് നമുക്ക് ആ പ്ലാവിൽ കിട്ടിയത്. കണ്ടാൽ പറയത്തില്ല. കണ്ടാൽ ചെറിയ പ്ലാവാണെങ്കിലും സാധാരണ പ്ലാവിലൊക്കെ അത്രയും വലിപ്പമുണ്ട്. നമുക്കിത് മുറിക്കാം. അപ്പം അമ്മ അങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. മുറിച്ചപ്പോൾ തന്നെ കത്തി തൊട്ടപ്പോൾ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകതയാണ് നല്ല കളർഫുള്ളാണ് ഇതിൻ്റെ അകം. തേൻവരിക്കയുടെ നല്ല ടേസ്റ്റാണുള്ള ചക്കയാണിത്. വിയറ്റ്നാം ഏർലി ചക്കയാണിത്. നമുക്ക് ഈ ചെടി വിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കിട്ടുന്നതാണ്. നമ്മളിത് മുറിക്കാൻ ഇച്ചിരി പാടുണ്ട്. ചെറിയ വിച്ചാത്തിയാണ്. രണ്ടാക്കിയിട്ട് നമുക്ക് നോക്കാം. ഇതാ മുറിച്ച് അതിൻ്റെ അകം കണ്ടോ, സൂപ്പർ സാധനമല്ലേ. കണ്ടോ, നമ്മുടെ സാധാരണ നമ്മുടെ വലിയ പ്ലാവിലെ ചക്കയൊക്കെ ആണെങ്കിൽ സൈഡിലെ ചകിണിയൊക്കെ വരുമ്പോഴത്തേക്കും അത് വൈറ്റ് കളറായിട്ട് വരും. പക്ഷെ ഇത് ആ കളറൊന്നും കാണുന്നില്ല. മൊത്തത്തിൽ ഒരു ചക്കപ്പഴത്തിൻ്റെ ഒരു ഫീലിംഗാണ് മൊത്തം കാണുന്നത്. ഒരെണ്ണം തിന്നു നല്ല ടേസ്റ്റാണ്, നല്ല മധുരം. തേൻവരിക്കയുടെ നല്ല മധുരമാണ്. നമ്മളിതെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് ചക്ക അട ഉണ്ടാക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മളിതെല്ലാം കുഴച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളും ഇതുപോലൊരു പ്ലാവും തൈ നിങ്ങളുടെ വീട്ടിൽ നടുക. നമുക്ക് ആവശ്യമുള്ള ചക്ക നമുക്ക് വേറെ എങ്ങും പോവാതെ നമ്മുടെ വീട്ടിൽ നിന്നും കായ്ച്ച ഒരു ചക്ക നമുക്ക് കഴിക്കുവാൻ സാധിക്കും.
വേറൊരു വളവും ഇടാം. വളം ഇടണമെങ്കിൽ ഇടാം. വളം ഇട്ടിട്ടില്ല. നല്ല പ്ലാവ് തൈയാണ്.